ഇന്നത്തെ വചനചിന്ത വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. തീരുമാനങ്ങൾ നിവർത്തിക്കാൻ പോകാൻ മറന്നിട്ടുമുണ്ട്. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്താൽ ദൈവം അവ നിവർത്തിച്ചിരിക്കും. നാം വാഗ്ദത്തം ചെയ്യുന്ന കാര്യം നാം മറന്നുപോകും, നാം നിവർത്തിക്കത്തില്ല. എന്നാൽ സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വാക്ക് മാറത്തില്ല. ദൈവം ദാവീദിന് വാഗ്ദത്തം നൽകിയിട്ടുണ്ടായിരുന്നു, നിൻ്റെ മകനെ കൊണ്ട് ഞാൻ ആലയം പണിയിക്കുമെന്ന്. ആ കാലഘട്ടത്തിൽ അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നപ്പോൾ, ആ കാലഘട്ടത്തിൽ അനേകം ന്യായാധിപന്മാരുണ്ടായിരുന്നപ്പോൾ, ശ്രേഷ്ഠമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേകരുണ്ടായിരുന്നപ്പോൾ, ദേവാലയം നിർമ്മിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ശലോമോനെയാണ്. കാരണം അപ്പന് കൊടുത്തൊരു വാക്കുണ്ട്. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ദൈവം വാക്ക് നൽകിയ നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. തലമുറയായി നീണ്ടു നിൽക്കുന്നതാണ് ദൈവത്തിന് വാഗ്ദത്തമുള്ളത്. അതിനാൽ ദൈവശബ്ദം കേട്ട ദൈവത്തെ നാം അനുസരിക്കണം. അബീമേലെക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്ന സാറയ്ക്ക് സംസാരിക്കേണ്ട അബ്രഹാം സാറയ്ക്ക് വേണ്ടി സംസാരിക്കാതെ മാറി നിന്നു. നിസ്സഹായ അവസ്ഥയിൽ അബ്രഹാം നിൽക്കുമ്പോൾ അവയെ സാരമാക്കാതെ ദൈവത്തിലേക്ക് നോക്കി സാറ മൗനമായിരുന്നു. ദൈവം കൈമാറിയ വാഗ്ദത്തം അവയിൽ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ കൊട്ടാരത്തിൽ രാജാവിനോട് സാറയ്ക്ക് വേണ്ടി ദൈവം സംസാരിച്ചപ്പോൾ അബീമേലെക്ക് സാറയെ അബ്രഹാമിന് തിരിച്ചു കൊടുത്തുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകുന്നു. മുന്നോട്ട് പോകുവാൻ ഒരു സാഹചര്യമില്ലാത്ത ഇടത്ത് മനുഷ്യരെ നോക്കിയാൽ ഇനി ഒരു വഴിയുമില്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന് നാം ചിന്തിക്കും. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമുക്കായി വഴി തുറക്കുവാനിടയാകും. തിരുവചന പ്രകാരം വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വഴി തുറക്കും. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. അതേ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ മുമ്പുള്ള കാര്യം ഓർക്കേണ്ട. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവൃത്തീകരിക്കാനായി നാം ശ്രദ്ധയോടുകൂടെ ദൈവശബ്ദം കേട്ട് ചലിച്ചാൽ മതി. അഭിഷേകമുള്ളവൻ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കും. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുവാനിടയാകും. ആരെയും തോൽപ്പിക്കുവാനുള്ള വേഗതയുള്ള കുതിരയുടെ മേലാണ് ആഹാബ് രാജാവ് ആശ്രയിച്ചത്. എന്നാൽ ഭക്തനായ ഏലിയാവോ ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ കരം വേഗതയുള്ള ആഹാബിൻ്റെ കുതിരയോടുകൂടെയല്ല, വേഗതയുള്ള ആഹാബിൻ്റെ രഥത്തിനോടുകൂടെയല്ല, ആഹാബിനോടുകൂടെയല്ല, മറിച്ച് ഭക്തനായ ഏലിയാവിനോടുകൂടെ ജീവനുള്ള ദൈവമിരുന്നു. അതിനാൽ ഏലിയാവ്, അഭിഷേകമുള്ള ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുന്നാലെ ഓടുവാൻ തക്കവണ്ണം ഇരട്ടി കൃപയെ വേഗതയുടെ ആത്മാവിന് സ്വർഗം നൽകുവാനിടയായി. വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു, ഒരു വേഗതയുടെ ആത്മാവിനെ സ്വർഗം നൽകുവാനിടയാകും. അനേക കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർപ്പാൻ ഒരു വലിയൊരു കൃപ ദൈവം നൽകുവാനിടയാകും. വചനം ശ്രവിക്കുന്ന താങ്കൾ ഏത് പ്രതികൂലത്തിലൂടെയാണോ കടന്നു പോകുന്നത്, അവയെ തരണം ചെയ്യുവാൻ ദൈവം കൃപ നൽകുവാനിടയാകും. താങ്കൾ തകർന്നിരിക്കുകയാണോ, താങ്കളുടെ തകർച്ചയുടെ വിഷയത്തിനകത്ത് വാഗ്ദത്തം നൽകി താങ്കളെ കരം പിടിച്ചുയർത്തുവാൻ ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. വിളിച്ചു പറയണം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുമെന്ന്. അവൻ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു എന്ന് ഭക്തനായ ദാവീദ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയണം. അഭിഷേകമുള്ളവൻ ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക്
പ്രതികൂലമാകുന്ന തീച്ചൂളയുടെ അനുഭവങ്ങൾ കടന്നു വരും. തീച്ചൂളയിലേക്ക് എടുത്തു കൊണ്ടുപോയ എബ്രായൽ ബാലന്മാരെ തീ വിഴുങ്ങുവാൻ അനുവദിച്ചില്ല. വചനത്തെ മുറുകെ പിടിച്ചതിനാൽ ഭക്തന്മാരെ പൊന്നുപോലെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ വചനത്തെ മുറുകെ പിടിക്കാമോ? ഏതു തീച്ചൂളയുടെ അവസ്ഥയിൽ നിന്നും താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കൂടെയുണ്ട്. ഈ നാളുകളിൽ തീച്ചൂളയാണോ, കാരാഗൃഹമാണോ, സിംഹക്കുഴിയാണോ? ഏത് പ്രതികൂലങ്ങളിലും വാഗ്ദത്തം നൽകിയ ദൈവത്തെ നോക്കുക. തീച്ചൂളയിൽ നിന്നും വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവരും. സിംഹക്കുഴിയിൽ നിന്നും വാഗ്ദത്തമുള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരും. കാരാഗൃഹത്തിൽ നിന്നും വാഗ്ദത്തമുള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരും. ആകയാൽ ഈ നാളുകളിൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ, മനുഷ്യരുടെ വാഗ്ദത്തങ്ങളിൽ ചെവി കൊടുക്കാതെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.